പുഷ്പപാതുകത്തേക്കാൾ മൃദുലമാണ് ആ ചക്രവർത്തിനിയുടെ പാദം എന്ന കവി സങ്കല്പം ആ ചരിത്രത്തിന് ഒരു തിരുത്തലാകാം. ചെമ്പരത്തി എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ ദേവരാജൻ ടീം ഒരുക്കിയ ആ മനോഹരമായ ഗാനം വീണ്ടും ഇവിടെ അവതരിപ്പിക്കാനെത്തുന്നു രാജലക്ഷ്മി. സുജാ ചേച്ചി, രാജലക്ഷ്മി നല്ലോണം പാടി. രാജലക്ഷ്മി ഞാൻ ആക്ച്വലി ദാസന്റെ വേർഷനാണ് നിറയെ കേട്ടേക്കണേ. അതിന് ഒരുപാട് വ്യത്യാസമുണ്ട് ഈ വേർഷൻ. ഞാൻ പഠിച്ചത് ഒരുപാട് വ്യത്യാസത്തിലായിരുന്നു. ദാസാറും പാടിയതും മാധുരിമ പാടിയത് ഒരുപാട് വ്യത്യാസമുണ്ട്. കുറച്ചുകൂടെ ലൂസ് വേർഷനാണ് ഇത് കുറേ സ്ഥലങ്ങളിലൊക്കെ. രാജലക്ഷ്മി ബട്ട് ഡിഡ് ജസ്റ്റിസ്. കുറച്ച്
പോർഷൻസ് മേലെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ രാജലക്ഷ്മിക്ക് ഒരു നെയ്സൽ ഇത് വരാനോ ടെൻഡൻസി ഉണ്ട് കേട്ടോ മോളെ. പുഷ്പപാദുകം അങ്ങോട്ട് അങ്ങനെ ആവാൻ ആ സ്ഥലങ്ങളൊക്കെ കുറേ സ്ഥലത്ത് മൂക്ക് വരാൻ ടെൻഡൻസി നമുക്കിതിൽ കേൾക്കുമ്പോൾ അറിയുന്നുണ്ട്. അതൊന്ന് മനസ്സിലാക്കുക. ഈ പാട്ട് ദാസന്റെ വേർഷൻ കേട്ട് കഴിഞ്ഞിട്ട് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ് അങ്ങനെയാണ് ആ പാട്ട്. അപ്പോൾ യു ഡിഡ് ജസ്റ്റിസ്, ഡെഫിനറ്റ്ലി യു ഡിഡ് ജസ്റ്റിസ് മോൾ. അന്ന് കഴിഞ്ഞ ഇതിൽ കേട്ടതിനെ കാട്ടും ഇറ്റ് വാസ് മച്ച് 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 ബെറ്റർ. താങ്ക് യു സുജാ ചേച്ചി. ഷെനി സാർ. രാജലക്ഷ്മി എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഡെഫിനറ്റ്ലി. അതുകൊണ്ട് ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി നോട്ട് ബാഡ്, നന്നായിരുന്നു. ആ എസ്തെറ്റിക്സിൻ്റെ പ്രശ്നം ഒരുപാടുണ്ടായിരുന്നു എനിക്ക്. ഐ ഫെൽറ്റ് ഓരോ സംഗതികളും ഇറ്റ് ഈസ് നോട്ട് കുറച്ച് റോ ആയിട്ടാണ് വരുന്നത്. ഇറ്റ് ഇസ് സ്മൂത്ത് ആൻഡ് ഫ്ലോയിങ് ആയിട്ടല്ല എനിക്ക് തോന്നി. ഞാൻ ഒരിക്കലും ഐ ഡോണ്ട് കമ്പയർ ഇറ്റ് വിത്ത് ദ ഒറിജിനൽ ആൻഡ് ഓൾ, നെവർ. ആ മീണ്ടൊന്നും വന്നില്ല. മീണ്ടെന്ന് പറഞ്ഞാൽ മറ്റേ ഡിസ്റ്റൻസ് ഒരു നോട്ടിൽ നിന്ന് വേറെ നോട്ടിലേക്ക് ഗ്ലൈഡ് ചെയ്ത് പോകുന്നതാണ് മീണ്ടെന്ന് പറയുന്നത്. ആ മീണ്ടൊന്നും വന്നില്ല. ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ്. ബട്ട് നോട്ട് എ ബാഡ് പെർഫോമൻസ് ഓവറോൾ. ബെറ്റർ ദാൻ കഴിഞ്ഞ പെർഫോമൻസ് കാട്ടി ബെറ്റർ ആയിരുന്നു. ഓക്കെ, താങ്ക് യു ശ്രീനി സാർ. ശരത് സാർ. കൊള്ളായിരുന്നു രാജലക്ഷ്മി. ഇവരൊക്കെ പറഞ്ഞത് കേട്ടല്ലോ, എന്ത് മനസ്സിലായി? സാർ റേഞ്ചിൽ നേരത്തെ പ്രാക്ടീസ് ചെയ്തപ്പം ഇച്ചിരി ചെറിയ സ്ക്രാച്ച് ഉണ്ടായിരുന്നു മേളത്തെ മറ്റു പാടിയപ്പോൾ മച്ചകങ്ങളിലേക്ക് പാടുമ്പോൾ എത്തുന്നുണ്ട്, പക്ഷെ എത്തുന്നില്ലാത്തതുപോലെ. നോട്ട് സംതിങ് എന്തോ നെഗറ്റീവ് സ്ക്രാച്ച് എന്തോ. മച്ചെന്ന് പറഞ്ഞാൽ തന്നെ മുകളിലാണ് അല്ലേ? അപ്പം അത് എത്തിയില്ലെങ്കിൽ പിന്നെ മച്ചിലിരിക്കുന്ന സാധനം എടുക്കാൻ പറ്റത്തില്ല, അത്രേ ഉള്ളൂ. അച്ചാർ കഴിക്കുമോ? ഇന്ന് അച്ചാർ കഴിച്ചോ രാജലക്ഷ്മി? ഇല്ല, സ്ക്രാച്ച് വന്നു. വേണ്ട, കഴിക്കായിരുന്നു. 2 കിലോ അച്ചാർ കഴിക്കുമോളെ ഡെയിലി കിടക്കുമ്പോൾ. കുറച്ചും കൂടെ അതിൻ്റെ ഒരു എന്താ പറയണ്ടേ സുഖം കുറേ കൂടെ നമുക്ക് ഫീൽ ചെയ്യാമായിരുന്നു കേട്ടോ. അത് നമ്മൾ ചിലതൊക്കെ പാടി അങ്ങ് ഫലിപ്പിക്കണം, അതല്ലേ അതിൻ്റെ ഒരു സുഖം അല്ലേ? ഇപ്പോൾ സാലഭഞ്ജികൾ അതൊക്കെ എങ്ങനെ പാടിയ മോള്? സാലഭഞ്ജികകൾ കൈകളിൽ കുസുമതാലമേന്തി വരവേൽക്കും. അപ്പോൾ മോൾ പാടുമ്പോൾ അതിന് നല്ലൊരു കുറച്ചും കൂടെ സുഖം മോക്ക് പാടുമ്പോൾ തോന്നില്ലേ അത്? പാടുമ്പോൾ അത് കുറേ കൂടെ നമ്മൾ ഫീൽ ചെയ്യേണ്ടതാണ് കേട്ടോ. ഓക്കെ രാജലക്ഷ്മി, ഓൾ ദി ബെസ്റ്റ്. അച്ചാർ കഴിക്കുക കേട്ടോ. താങ്ക് യു ശരത് സാർ. നമുക്കിനി സ്കോർസ് അറിയാലേ. സുജാ ചേച്ചി 26/30. താങ്ക് യു സുജാ ചേച്ചി. ശ്രീനി സാർ 26/30 again. Thank you Srini sir. Sharath sir. സ്ക്രാച്ച് രാജലക്ഷ്മിയുടെ സ്ക്രാച്ച് എൻ്റെ മാർക്കിലുണ്ട് കേട്ടോ. വിട്ടുവിട്ടൊക്കെ വരിക. 26/30 again. Thank you Sharath sir. 78/90 ആണ് ലഭിച്ചിരിക്കുന്നത്. ഇനി ഓവറോൾ പെർഫോമൻസിന് 10ൽ എത്ര മാർക്ക് ഉണ്ടെന്ന് നോക്കാം. 8/10. 86/100 ആണ് ഓവറോൾ സ്കോർ.